الحمد لله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا بالله ورسوله والكتاب الذي نزل على رسوله والكتاب الذي أنزل من قبل ومن يكفر بالله وملائكته وكتبه ورسله واليوم الآخر فقد ضل ضلالا بعيدا. ബഹുമാന്യരായ ശ്രോതാക്കളെ, ഒരിക്കൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആളുകളൊക്കെ ഇങ്ങനെ ഓടി ഓടി പോവുകയാണ് ഒരു കുന്നിൻ്റെ ചെരുവിലേക്ക്. അവിടെ എന്തോ ഒരു പ്രമാദമായ അല്ലെങ്കിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേകമായ ഒരു സംഗതി സംഭവിക്കുന്നുണ്ട് എന്ന കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണ് ആളുകൾ ഓടിക്കൂടുന്നത്. അങ്ങനെ ആ കുന്നിൻ്റെ താഴ്വരയിൽ നിന്നുകൊണ്ട് ആളുകൾ സാഗൂതം ആ കുന്നിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ഇരു കൈകളെയും ഇങ്ങനെ വിടർത്തിപ്പിടിച്ചുകൊണ്ട് തൻ്റെ ഇരു കൈകളിലും ആണികൾ അടിക്കപ്പെട്ട് തൻ്റെ ശരീരത്തിൽ ആണി അടിച്ച് കയറ്റിക്കൊണ്ട് രക്തം ഇങ്ങനെ വാർന്നൊഴുകി നിൽക്കുന്ന ഒരവസ്ഥയിൽ നല്ല ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ, അരോഗദൃഢഗാത്രനാണ്. മാത്രമല്ല നല്ല ചുറുചുറുക്കുള്ള സൗന്ദര്യവാനായ ഒരു ചെറുപ്പക്കാരൻ വേദന കൊണ്ടിങ്ങനെ പുളഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പിടിച്ചുകൊണ്ടുപോയ തന്നെ കുരിശിലേറ്റിയ ആളുകൾ പറഞ്ഞു, യാ ഹുബൈബ്, ഇത്രയേറെ വേദന സഹിച്ചുകൊണ്ട് നീ നിൽക്കേണ്ടതില്ല. നിനക്ക് വേണമെങ്കിൽ ഞങ്ങൾ മാപ്പ് നൽകിയേക്കാം. നിന്നെ ഞങ്ങൾ ഈ കുരിശിൽ നിന്നിറക്കി പറഞ്ഞേക്കാം. പക്ഷേ നീ ഒരേ ഒരു വാക്യം മാത്രം പറയണം. ഞാൻ ഈ അനുഭവിക്കുന്ന ഈ വേദനകൾ മുഴുവനും ഞാൻ അല്ലായിരുന്നു അനുഭവിക്കേണ്ടത്, പിന്നെ ഇതൊക്കെ അനുഭവിക്കേണ്ടത് മുഹമ്മദാണ് എന്ന് നീ പറയണം ഹുബൈബ്. പ്രിയപ്പെട്ടവരെ, ജീവിച്ച് കൊതി തീർന്നിട്ടില്ലാത്ത മനോഹരമായ ജീവിതത്തിൻ്റെ ആ നിമിഷത്തിൽ സ്വപ്നങ്ങളേറെ കാണാനുള്ള ജീവിതത്തിൻ്റെ ആ ഒരു വേളയിൽ ഇനിയുമേറെ തനിക്കും തൻ്റെ കുടുംബത്തിനും ഇനിയും ജീവിതത്തിൽ പലതും ചെയ്യാനുണ്ട്, ചെയ്യാൻ കഴിയും എന്ന് തോന്നുന്ന രക്തം തിളയ്ക്കുന്ന ആ പ്രായത്തിൽ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു വേദനകൾ സഹിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ആ കഴുമരത്തിൽ നിന്നുകൊണ്ടൊരു പാട്ടുപാടി, 6 വരി കവിത. എന്താണെന്നറിയോ? ഫലസ്തു ഉബാലി ഹീന ഉഖ്താല മുസ്ലിമാ, ഫലസ്തു ഉബാലി ഹീന ഉഖ്താല മുസ്ലിമാ, ഞാൻ മുസ്ലിമായിട്ടാണ് മരിക്കുന്നത് എങ്കിൽ പിന്നെ എനിക്ക് എന്തിന് പേടിക്കാനാ? ഞാൻ എന്തിന് ഭയപ്പെടണം? ഞാൻ എന്തിന് മാപ്പ് പറയണം? ഞാൻ എന്തിന് ഈ കഴുമരത്തെ വിട്ടു പോകണം? എൻ്റെ മരണം നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന മുസ്ലിമായിട്ടുള്ള മരണമല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിന് ഇറങ്ങി നടക്കണം? എന്നിട്ട് ഞാൻ ഏത് ഭാഗത്തേക്ക് വീണോട്ടെ, ഞാൻ എവിടെ മരിച്ചു വീണാലും എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുത്തേക്കല്ലേ പോകുന്നത്?
ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അല്ലാഹുവിൻ്റെ സവിധത്തിലേക്ക് പോകുന്നവനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിന് ഭയപ്പെടണം? അങ്ങനെ തൻ്റെ ശരീരത്തിൽ ഒഴുകി നിൽക്കുന്ന രക്തം ഒഴുകി 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 ശരീരത്തിൽ നിറയെ അടിച്ചു കയറ്റിയ ആണി കൊണ്ട് തൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്ന് വാർന്ന് ഒഴുകി ഒഴുകി തീർന്ന് അങ്ങനെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏറെ ജീവിച്ചു തീർക്കാനുണ്ടായിരുന്നിരിക്കണം, ഏറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ ഷഹാദത്ത് സ്വീകരിച്ചതിൻ്റെ പേരിൽ ഇസ്ലാം ദീനിന്റെ സുന്ദരമായ ആശയത്തെ നെഞ്ചേറ്റിയെന്ന ഒരൊറ്റ കാരണം കൊണ്ട് അങ്ങനെ വേദനയേറിയ ഒരു ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു, ആ പ്രിയപ്പെട്ട ഹുബൈബിനെ അങ്ങനെ സധൈര്യം അവിടെ പിടിച്ചു നിർത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്താണെന്നറിയുമോ? അദ്ദേഹത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത ഈമാനിന്റെ ശക്തിയായിരുന്നു. ഈമാനിന്റെ ശക്തി, ഈമാൻ എന്ന ശക്തി അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലേക്ക് നൽകേണ്ട ഒന്നാണ്. ഞാനിത് പറഞ്ഞത് നമ്മുടെ വീടുകളിലൊക്കെ നമുക്കറിയാം ഇരുമ്പ് കാണും അല്ലേ? ആ ഇരുമ്പ് തുരുമ്പെടുക്കുന്നത് പോലെ നമ്മുടെ വസ്ത്രങ്ങൾ നുരുമ്പി ഇല്ലാതാകുന്നത് പോലെ എൻ്റെയും നിങ്ങളുടെയും ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഈമാനിനെ തിരിച്ചു പിടിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായും ഒരു വിചിന്തനം അനിവാര്യമാണ്. നിങ്ങൾ നോക്കൂ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഈമാനിനെ കുറിച്ച് പറഞ്ഞതെന്താ? ഒരു മനുഷ്യന്റെ ഈമാൻ, അവന്റെ മനസ്സിൽ ആരൂഢമൂലം അത് പ്രതിഷ്ഠിക്കപ്പെട്ട ഈമാൻ മസലുൽ മുഅ്മിനു വമസലുൽ ഈമാൻ കമസലിൽ ഫർസ്. ഈമാനും മുഅ്മിനും അത് ഒരു കെട്ടിയിട്ട ഒരു കുതിരയെ പോലെയാണ്. ഏത് കുതിര? യജുറു ഫീ ആഖിയതിഹി, ഒരു കുറ്റിയിൽ കെട്ടിയിട്ട കുതിരയെ പോലെയാണ്. ഈ കെട്ടിയിട്ട ഒരു കുറ്റിയിൽ കെട്ടിയിട്ട കുതിരയെ സംബന്ധിച്ചിടത്തോളം അതിന് ആ കയറ് അതെത്രത്തോളം നീളമുണ്ടോ ആ പരിധിയിൽ നിന്നുകൊണ്ടല്ലാതെ അതിന് ഭക്ഷിക്കാൻ കഴിയില്ല. പലതും കാണും, എല്ലാം കടിച്ചു പറിക്കുക, എല്ലാം എടുത്ത് തിന്നുക അല്ലേ, എല്ലാറ്റിലേക്കും പോവുക അല്ല. വ്യക്തമായ നിയന്ത്രണ രേഖയിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ജീവിതമല്ലാതെ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തെ വ്യക്തമായ ഒരു കയറിൽ കെട്ടിയിട്ടുകൊണ്ട്, ഈമാനാകുന്ന കയറിൽ കെട്ടിയിട്ടുകൊണ്ട് ആ കുറ്റിയിൽ നിന്ന്, ആ കയറിൽ നിന്ന് എവിടെയൊക്കെ എത്തുമോ ആ ദിശ വരെ മാത്രം സഞ്ചരിക്കാനുള്ള ഒരവസ്ഥയാണ് നമുക്ക് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ വിഷയം, നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ഈമാനിനെ കുറിച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്കണം, വിചിന്തനം നടത്തിക്കൊണ്ടിരിക്കണം. കാരണം ഈമാൻ എന്നത് ചില ആദർശങ്ങളും ആശയങ്ങളും സമ്മതിക്കുക മാത്രമല്ല. എങ്ങനെ? അല്ലാഹു ഏകനാണ്, ശിർക്ക് ചെയ്യാൻ പാടില്ല, ബിദ്അത്തിനോട് നമ്മൾ വിട്ടുനിൽക്കണം, സുന്നത്ത് നമ്മൾ അനുവർത്തിക്കേണ്ടവരാണ്, ഇതെല്ലാം ശരിയാണ് എന്ന കേവലം ഒരു സമ്മതം അല്ല, അങ്ങനെ ഒരു ബോധ്യപ്പെടുത്തലല്ല ഈമാൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. ഇന്ന് നമുക്കറിയാം, നമ്മളൊക്കെ
നമ്മുടെ പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മഹല്ലത്തിൽ കൂട്ടമായ പള്ളിയിൽ നിന്ന് വേറിട്ട് മലയാളത്തിൽ ഖുത്ബ പറയുന്ന ഒരു പള്ളിയിലേക്ക് നമ്മൾ മാറിയിരിക്കാൻ കാരണം എന്താ? അതിന്റെ കാരണം നമുക്ക് എന്താണോ അവിടെ നിന്ന് ലഭിക്കുന്നത്, ആ ലഭിക്കുന്നത് നമുക്ക് സാംശീകരിച്ചെടുത്ത് അതിനനുസരിച്ചുള്ള ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ വേണ്ടിയാണ്. മലയാള ഭാഷ ആര്യനെഴുത്താണ്. അത് പഠിക്കൽ ഈ സമൂഹത്തിൽ പാടില്ലാത്തതാണ് എന്ന് ഒരു കാലത്ത് പറഞ്ഞു നടന്നിരുന്ന ഒരു സമൂഹത്തെ ഏറെ കഷ്ടപ്പെട്ട് ഏറെ പ്രയാസപ്പെട്ട് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരും അതുപോലെ തന്നെ പ്രവർത്തകരും സാധാരണക്കാരും പ്രവർത്തിച്ച് അങ്ങനെ മെല്ലെ മെല്ലെ ഈ സമൂഹത്തെ പുനരുദ്ധാരണത്തിലേക്ക് കൊണ്ടുവന്നു. മെല്ലെ മെല്ലെ നടന്ന് നമ്മൾ ഇന്ന് അറിവിന്റെ വിദ്യാഭ്യാസത്തിന്റെ പരമോന്നതിയിലെത്തി. ഇല്ലേ? ഡോക്ടർമാർ ഏറെയാണ്, എഞ്ചിനീയർമാർ ധാരാളമുണ്ട്, ഗവേഷണങ്ങൾ നടത്തുന്നവരുണ്ട്. ഇല്ലേ? ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിൽ ആ സാങ്കേതികത്വത്തിന്റെ വിവരങ്ങളെ കുറിച്ച് ഇന്ന് മുസ്ലിം സമുദായത്തിന്, മുസ്ലിം സൊസൈറ്റി എത്ര മുന്നേറിയിരിക്കുന്നു. വ്യാവസായിക രംഗത്ത് എത്ര മുന്നേറിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും നമുക്ക് അറിവ് ധാരാളം അറിവ് നമുക്ക് ലഭിച്ചു. ഇസ്ലാമിക രീതിയിൽ ഇല്ലേ? ഹദീസ് പഠിക്കുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. ഇല്ലേ? നമ്മൾ പഠിക്കുന്നുണ്ട്. മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന എത്ര ചെറുപ്പക്കാർ, വേണ്ട നല്ല പ്രായമായ ആളുകൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. ഇല്ലേ? മസലുല്ലദീന ഹമ്മിലു തൗറാത ثم لم يحملها كمثل الحمار. ഭാണ്ഡക്കെട്ടുകൾ, ഗ്രന്ഥക്കെട്ടുകൾ ചുമക്കുന്ന കഴുതകളെ പോലെ വിശുദ്ധ ഖുർആനിനകത്തുള്ള ആ സാരോപദേശം തന്റെ ജീവിതത്തിലേക്ക് പകർത്താനുള്ളതാണ്. വിശുദ്ധ ഖുർആൻ എന്നിലേക്ക് നോക്കിയാലുള്ള കണ്ണാടിയാണ് എന്ന് സമൂഹത്തിന് മുന്നിലേക്ക് നിരത്തി വെക്കാൻ കഴിയാതെ അങ്ങനെ ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്. എന്നാൽ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു സ്കൂളിൽ പുകവലിക്കെതിരെ ഒരു വലിയ ക്യാമ്പയിൻ നടന്നു. നല്ല ഒരു ഡോക്ടർ അയാൾ വന്ന് പുകവലിയുടെ ദോഷവശങ്ങളെ കുറിച്ചും അത് ശരീരത്തിനുണ്ടാക്കുന്ന ദോഷങ്ങളെ കുറിച്ചും എല്ലാം ആപത്തുകളെ കുറിച്ചും എല്ലാം വിശദമായ ഒരു ക്ലാസ് എടുത്തു. ഈ ക്ലാസ് ഇങ്ങനെ കേട്ടപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ തപ്പി നോക്കാൻ തുടങ്ങി. എൻ്റെ ഈ ഹൃദയമൊക്കെ ഇവിടെ ഉണ്ടോ എന്ന്, തൊണ്ട ഇവിടെ ഉണ്ടോ, എന്തെങ്കിലും എങ്ങനെ ചെക്കിയിട്ട് പനിയൊക്കെ ആവുന്നുണ്ടോ എന്ന് അത്രത്തോളം എഫക്റ്റ് ചെയ്യുന്ന ഒരു ക്ലാസ്. അങ്ങനെ ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഒരുപാട് ആളുകളും പങ്കെടുത്തിട്ടുണ്ട് ഈ ക്ലാസ്സിൽ. അവസാനം ഇയാൾ ചോദിച്ചു, നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടോ? അപ്പോ സദസ്സെന്ന് ഒരേ സ്വരത്ത് പറഞ്ഞു, ഏത് ഫന്തഹൈന യാ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞില്ലായിരുന്നു മുമ്പ്? ആ സമയം നമുക്കറിയാം ഫന്തഹൈന എന്നല്ലേ. അങ്ങനെ എല്ലാവരും ഒരേ സ്ഥലത്ത്, അത്രക്ക് നല്ല ക്ലാസ്. അങ്ങനെ എല്ലാവരെ കൊണ്ട് ഒപ്പിടിച്ചു. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഈ സംഘാടകരിൽ ഒരാള് ഈ പ്രസംഗിച്ചാലൊക്കെ ക്ഷീണവും പ്രയാസമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അയാൾക്ക് കുറച്ച് ജ്യൂസ് കൊണ്ട് പോയതാ. നോക്കുമ്പോൾ ഇയാളെ കയ്യിലുണ്ട് സിഗരറ്റ്. ഇത്രയും സമയം ഇത്രയും മനോഹരമായ ക്ലാസ് എടുത്ത ഇദ്ദേഹത്തിന്റെ കയ്യിൽ സിഗരറ്റ്. എങ്ങനെയുണ്ട്? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? പിടികിട്ടിയോ? പിടികിട്ടില്ലേ? അയാൾക്ക് ധാരാളം അറിവുണ്ട്. അയാളെ കയ്യിൽ ഒരുപാട് അറിവുണ്ട്. ആ അറിവ് ഇയാൾ അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തില്ല അയാളിന്? അത് ഹൃദയത്തിലേക്ക് അയാൾ സ്വാംശീകരിച്ചിട്ടില്ല. ഈമാനില്ല. ഇവിടെ ഇറങ്ങിപ്പോയ ഇനി ഞങ്ങൾ വരൂല എന്ന് പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞില്ലേ? ആ ആളുകൾക്ക് ഇതിനെ കുറിച്ച് എന്തില്ല? ഇൽമില്ല. പക്ഷെ എന്തുണ്ട്? ഈമാനുണ്ട്. അത് ഒഴിവാക്കണം എന്നത് ആ സംഗതി കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് അത് ഇറങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? അത് അവരൊഴിവാക്കാനുള്ള തീരുമാനത്തിലേക്ക് മാറി. ഇപ്പൊ മനസ്സിലായോ? അറിവല്ല ഈമാൻ. നമ്മുടെ സമുദായത്തിന് പറ്റിയ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്നറിയോ? അറിവ് ഇങ്ങനെ വർദ്ധിച്ചു. ഖുർആൻ ക്ലാസ് ഉണ്ട്, ഹദീസ് ക്ലാസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അല്ലേ?
അറിവ് ധാരാളമായി ഇങ്ങ് വന്നപ്പോ നമ്മൾ കരുതി അറിവാണ് ഈമാൻ. അതാ പറ്റിയത്. എന്നാൽ അറിവ് ഈമാൻ എന്ത് ചെയ്യും? വളർത്താൻ ഉപകരിക്കുന്ന ഒരു സംഗതിയാ. നമുക്കറിയാലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ ഒരാൾ വന്ന്, കുതിരപ്പുറത്താ വന്നത്, എന്നിട്ട് അവിടെ നിന്നു. റസൂലൊക്കെ അങ്ങോട്ട് ഇറങ്ങുക. അപ്പൊ മുഹമ്മദ്, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് ദീനിനെ പറ്റി പറഞ്ഞതാ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അവിടെ വെച്ച് ആ മനുഷ്യൻ എന്ത് ചെയ്തു? ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നു. എന്നിട്ട് ആ നിന്ന നിപ്പെന്ന് ഈ ചെതലപ്പുറ്റുണ്ടാവും, ചെതലപ്പുറ്റിന്റെ വലിയ കുഴിയുണ്ടാകും ഒരു ഭൂമിയിൽ. ആ നിന്ന നിപ്പിലെ ഒരനക്കം കുതിര അങ്ങ് പോയപ്പോൾ ആ കുഴിയിലേക്ക് വീണു, കാലൊടിഞ്ഞു. ഈ കുതിര അതിലേക്ക് അങ്ങ് വീണു. ഇതോടുകൂടി ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഈ കുതിര പുറത്തുനിന്ന് താഴെ വീണു. അദ്ദേഹത്തിന്റെ കഴുത്ത് ഒടിഞ്ഞുപോയി, മരിച്ചുപോയി. അയാൾ സ്വർഗത്തിലാണ്. അയാൾക്ക് എങ്ങനെ സ്വർഗം കിട്ടി? അയാൾക്ക് ഈമാൻ കിട്ടി. അപ്പോ പക്ഷെ ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടായിരുന്നോ? ഇല്ലല്ലോ. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയെ മക്ക മുശ്രിക്കുകളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചപ്പോ പുതിയ ഒരു അല്ലാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ അല്ലല്ലോ വന്നത്. ആണോ? അല്ല. പുതിയ ഒരു അല്ലാഹുവിനെ പറഞ്ഞു കൊടുക്കാനല്ല. പിന്നെ അവര് മനസ്സിലാക്കി വെച്ച ആ അല്ലാഹുവിന്റെ റസൂലിന്റെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നല്ലേ? അബ്ദുള്ള എന്ന പേര് അല്ലാഹുവിൽ അവർക്ക് വിശ്വാസമില്ലായിരുന്നെങ്കിൽ അവർ അബ്ദുള്ള എന്ന് പേരിടുവോ? പേരിടൂലല്ലോ. അപ്പോ അവർ പഠിച്ചിരുന്ന, അവർ മനസ്സിലാക്കിയിരുന്ന ആ അല്ലാഹുവിനെ കുറിച്ച് നിങ്ങളുടെ ധാരണ തെറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ആര് വന്നത്? അല്ലാഹുവിന്റെ റസൂൽ വന്നത്. അതാണ് റസൂലുള്ള പറഞ്ഞത്. എന്ത്? ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ നിന്ന് ഒരാളും എന്താകൂല? മുഅ്മിനാകൂല. എങ്ങനെ? ഹത്താ യകൂന ഹവാഹു. എങ്ങനെ? ഹത്താ യകൂന ഹവാഹു, അവനവന്റെ ദേഹേച്ഛയുണ്ടല്ലോ. ഹവാ എന്ന് പറഞ്ഞാൽ അതാ ദേഹേച്ഛ. ആ ദേഹേച്ഛ തബിഅൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ എന്താണോ ഒന്ന് കൊണ്ടുവന്നത് അതിനോട് 99 അല്ല, 99.1 കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും കുറച്ചും കൂടി ഇട്ടിട്ട് ഒരു കുത്ത് കഴിഞ്ഞിട്ടാണോ? അല്ല, 100% ഞാൻ കൊണ്ടുവന്നതിനോട് നിങ്ങൾ പൂർണ്ണമായി യോജിക്കുന്നവരാകുന്നുണ്ടോ അതുവരെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവുകയില്ല. ആരാ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂല്. അപ്പൊ അവിടെ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഞാൻ വരാൻ കേട്ട് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ വസ്ത്രം ധരിക്കും അല്ലേ? ചെറുപ്പക്കാരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കി. നമ്മുടെ വസ്ത്രം നെരിയാണിക്ക് താഴെ പോയാൽ അത് നരകത്തിലാണെന്ന് 3 വിഭാഗം ആളുകളെ അല്ലാഹു മഹ്ശറയിൽ വെച്ച് പരിഗണിക്കില്ല, വിചാരണക്കെടുക്കൂല, അവരോട് സംസാരിക്കൂല, അവരെ ശുദ്ധീകരിക്കൂല. ആരായാലും ഒരു കൂട്ടരാരാ? നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവനാ. നമ്മളോ? നമ്മൾ നിസ്കരിക്കുമ്പോൾ മാത്രം കയറ്റി വെക്കും, ബാക്കി സമയത്ത് അത് താഴെ കിടക്കൂ. പ്രശ്നമില്ല. എന്തുകൊണ്ട്? നമ്മൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ കാര്യത്തെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അത് മനസ്സാ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാ. അങ്ങനല്ലേ? നമ്മുടെ സ്ത്രീകള്, നമുക്കറിയാം, നമ്മുടെ സ്ത്രീകള് അങ്ങാടിയിലേക്ക് പോകുമ്പോൾ ഒരു വസ്ത്ര, എന്നാൽ അതേ വസ്ത്രമാണോ അവിടെ പള്ളിയിലേക്ക് വരുമ്പോ? അല്ല. എന്തേ? ഈ മാറ്റം എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഈ മാറ്റം സംഭവിക്കുന്നതിന്റെ കാരണം ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാ. അതല്ലേ തന്റെ ഇഷ്ടം എന്താണ്? ഇത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇസ്ലാമിന്റെ നിയമത്തിൽപ്പെട്ടതാണല്ലോ എന്ന കാര്യം കൊണ്ട് മാത്രം നമ്മൾ അനുവർത്തിക്കുന്നതാണ്. എന്നാൽ റസൂലുള്ള
ആ പറഞ്ഞ കാര്യത്തെക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടം ഏതാണ്? എനിക്കിഷ്ടം ഈ മുഖവും മുൻകൈയും ഒക്കെ ഒന്നും മറക്കാതെ, അങ്ങനെ ഉണ്ടല്ലോ, ഏത് ഇസ്ലാമിക വേഷമല്ലാതെ വസ്ത്രധാരണങ്ങൾ നടത്തി പുറത്തോട്ടിറങ്ങാനാ. എന്നതുപോലെ തന്നെ പിന്നെ അല്ലാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിച്ചത് ഏതാ? വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വമിനന്നാസ് മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ. അവര് അവസാന നാളിലും ഒക്കെ അവർ വിശ്വസിക്കും. ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെ ഒരു വിഭാഗം. വമിനന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. മൻ യഖൂലു ആമന്നാ ബില്ലാഹ്, അവർ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് ഇങ്ങനെ പറയും, നാവ് കൊണ്ട് അവർ പറയും. അന്ത്യദിനത്തിലൊക്കെ അവർക്ക് വിശ്വാസം ഉണ്ടാകും. പക്ഷേ വമാഹും ബിമുഅ്മിനീൻ, അവരെന്താകൂല, യഥാർത്ഥത്തിൽ അവര് വിശ്വസിച്ചവരായിരിക്കുകയില്ല. എന്നാൽ അല്ലാഹുവിന്റെ ദീനിൽ ഈമാൻ എന്ന കാര്യം പൂർത്തിയാകണമെങ്കിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച പ്രകാരം ഈമാൻ പൂർത്തിയാകണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ 3 കാര്യങ്ങൾ യോജിക്കുമ്പോൾ മാത്രമേ ഈമാൻ പൂർണ്ണമായി വരൂ. അതിലൊന്ന് ഏതാണെന്നറിയോ? തസ്ദീഖും ബിൽ ഖൽബ്. തസ്ദീഖും ബിൽ ഖൽബ്. എന്താ തസ്ദീഖും ബിൽ ഖൽബ്? നമ്മൾ ഹൃദയം കൊണ്ട് അതിനെ സത്യപ്പെടുത്തണം. ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, ഇന്ന് ആധുനിക സമൂഹം, ഈ നിലനിൽക്കുന്ന വർത്തമാനകാല സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് തന്നോട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലേ? നിരീശ്വരവാദം. നിരീശ്വരവാദത്തിന്റെ പിടിയിലേക്ക് നമ്മുടെ മക്കള് അമർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇസ്ലാം വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് ഈ സമൂഹം പുറകോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. താമരശ്ശേരിക്ക് അടുത്തുള്ള ഒരു സ്കൂള്, അവിടെ ഈ ഒരേ വസ്ത്രം, ജീൻസും പാൻറ്റും ഒരേ വസ്ത്രം ആൺകുട്ടികളും പെൺകുട്ടികളും ധരിക്കണമെന്നൊരു വിഷയം വന്നില്ലേ? എല്ലായിടത്തും വന്ന്, കേരളത്തിൽ മൊത്തം വന്ന്. അങ്ങനെ താമരശ്ശേരിക്ക് അടുത്തുള്ള ആ സ്കൂള്, ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളില് ആ ഒരു മീറ്റിംഗ് വിളിച്ചു. രക്ഷിതാക്കളുടെ PTA മീറ്റിംഗ് വിളിച്ചിട്ട് ആ മീറ്റിംഗിനകത്ത് ഇത് ചർച്ച ചെയ്തപ്പോ ഒരേ ഒരു കുടുംബം മാത്രമാണ് അതിനെതിരായി പറഞ്ഞിട്ട് അവിടെ തൻ്റെ മകളുടെ TC വാങ്ങി പുറത്തേക്ക് പോയത്. ബാക്കി 40 കുടുംബമുണ്ട് അവിടെ മുസ്ലിം. അതിന് 39 കുടുംബങ്ങളും എന്ത് ചെയ്തു? അവിടെ തന്നെ SLC അല്ലേ, തൽക്കാലം അവിടെ നിൽക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് മാറി. ഇവിടെയാണ് അല്ലാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിച്ച തസ്ദീഖും ബിൽ ഖൽബ്. തസ്ദീഖും ബിൽ ഖൽബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തുക. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദൂരദേശത്ത് നിന്ന് ഇങ്ങനെ വരിക, യാത്ര കഴിഞ്ഞ് വരിക. അപ്പൊ ആളുകൾ ഇങ്ങനെ കാത്തു നിന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പേര് വന്നത് നമുക്കൊക്കെ അറിയാം, അല്ലേ? സിദ്ദീഖ് എന്ന പേര് റസൂലുള്ള ഇട്ടതാ. എന്താ സംഭവം? ഇങ്ങനെ വന്നിട്ട് ആ ശത്രുക്കൾ പറഞ്ഞു, നീ കേട്ടില്ലേ, നിന്റെ കൂട്ടുകാരൻ ഇതാ ഇസ്രാ മിറാജിന് പോയിട്ടുണ്ട് എന്നാ പറയുന്നത്, ആകാശാരോഹണം നടത്തി എന്നാണ് പറയുന്നത്. ഇതൊക്കെ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? അബൂബക്കറെ, പിന്തിരിഞ്ഞേക്ക്, ഇസ്ലാമിനെ തകർക്കാൻ കിട്ടിയ ഒരു അവസരമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല അബൂബക്കർ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞോ? അതെ, അങ്ങനെ പറഞ്ഞു. എങ്കിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അതാണ് തസ്ദീഖും ബിൽ ഖൽബ്. ഒരു സംശയത്തിനും ഇടവരാൻ പാടില്ലെന്നാണ്. ഒരു സംശയത്തിനും ലാ റൈബ ഫീ, ഒരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ അങ്ങനെയായിരിക്കണം നമ്മുടെ ഈമാൻ. നമ്മുടെ ഈമാൻ പൂർണ്ണമാണോ? ആലോചിക്കണ്ടേ? നമ്മുടെ ഈമാൻ റബ്ബന വആതിനാ മാ വഅദ്തനാ അലാ റുസുലിക വലാ തുഖ്സിനാ യൗമൽ ഖിയാമഹ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്. ഞങ്ങളുടെ രക്ഷിതാവേ,
നിന്റെ ദൂതന്മാർ മുഖേന ഞങ്ങളോട് നീ വാഗ്ദാനം ചെയ്തത് ഞങ്ങൾക്ക് നീ നൽകുകയും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഞങ്ങൾക്ക് നീ നിന്ദ്യത വരുത്താതിരിക്കുകയും ചെയ്യണേ അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു വാഗ്ദാനം തന്നിട്ടുണ്ട്, നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദാനത്തെ മുറുകെ പിടിക്കണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഇന്ന് ഭയമാണ്. കാരണം എൻ്റെ കൂട്ടുകാരനോട് ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റ് തിരുത്താൻ എനിക്കിന്ന് പേടിയാണ്. കാരണം അവന്റെ ഇഷ്ടക്കേട് ഞാൻ വാങ്ങേണ്ടതില്ല. എൻ്റെ നാട്ടുകാരോട്, എൻ്റെ മഹല്ലത്തിൽ ഞാൻ എന്തിനു പ്രശ്നം ഉണ്ടാക്കണം? ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഒരു മനുഷ്യനാണ് എന്ന് പറയുമ്പോ, മുദബ്ബിറുൽ ആലം എന്ന് പറയുമ്പോ, ഞാൻ അവരോട് എതിര് നിൽക്കണം? ഞാൻ എന്തിനൊരു മഹല്ലത്തിൽ ഒരു വിഷയം ഉണ്ടാക്കണം, ഒരു പ്രശ്നം ഉണ്ടാക്കണം? അല്ലെ? എൻ്റെ ഉപജീവനങ്ങൾ എന്താകും? എൻ്റെ ഉപജീവനങ്ങൾ മുടങ്ങും, എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ മകളുടെ വിവാഹം മുടങ്ങും. ഇങ്ങനെ ഓരോ കാര്യങ്ങളെയും എനിക്ക് ബാധിക്കും എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താ? വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും പ്രയാസപ്പെടുന്ന വഴിയിലൂടെ നിങ്ങൾ ഈ ആശയം, ഈ ആദർശം സ്വീകരിച്ചതുകൊണ്ട്, നിങ്ങൾ ജനങ്ങളോട് ഇത് പറയേണ്ടി വന്നതുകൊണ്ട്, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒന്ന് വന്നാൽ അല്ലാഹു അവൻ എന്ത് ചെയ്യും? ഒരു പോം വഴി അല്ലാഹു തുറന്നു കൊടുക്കുന്ന. അത് അല്ലാഹുവിനുള്ള വിശ്വാസം പൂർണ്ണമായെങ്കിൽ മാത്രമേ നടക്കൂ. അല്ലാഹുവിനുള്ള വിശ്വാസം തസ്ദീഖും ബിൽ ഖൽബ് എന്ന് വെച്ചാൽ അത് തന്റെ മനസ്സിൽ എന്താവാൻ പാടില്ല, ഒരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മോടൊപ്പം ഉണ്ടോ? അത് ആലോചിക്കേണ്ടതല്ല, അതാണ്. പിന്നെ രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വനുതുഖും ബിൽ ലിസാൻ. പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയണമെന്നാ. അത് കൂടുമ്പോഴാണ് ഈമാൻ പൂർണ്ണമാകുന്നത്. ഉദാഹരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പള്ളിയിൽ വെച്ച് വുളൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വഹാബത്തൊക്കെ ഉണ്ട്, കുറെ ആളുകൾ ഇങ്ങനെ വുളൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രായമായ ഒരാളുടെ വുളൂ ശരിയായില്ല. അയാളുടെ വുളൂയിൽ കുറച്ച് കംപ്ലൈന്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ രണ്ട് ചെറുപ്പക്കാർ എന്ത് ചെയ്തു? ഇത് കണ്ടപ്പോ ഈ രണ്ട് ചെറുപ്പക്കാർ എന്ത് ചെയ്തെന്നറിയോ? അവർ തമ്മ പറഞ്ഞെടാ, അദ്ദേഹം ചെയ്ത ആ വുളൂ ശരിയായിട്ടില്ലല്ലോ, നമ്മളിപ്പോ എങ്ങനെ പറയാ? അയാളോട് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ എന്ത് ചെയ്തെന്നറിയോ? ഇവർ രണ്ടുപേരും ഒരു തീരുമാനം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും, നീ തെറ്റിച്ച് വുളൂ ചെയ്യും, ഞാൻ എന്ത് ചെയ്യാം, അത് തിരുത്താം. അങ്ങനെ ഈ രണ്ടുപേരും കൂടെ ഒരാള് തെറ്റിച്ച് വുളൂ ചെയ്ത് എന്നിട്ട് മറ്റേയാളത് പറഞ്ഞു കൊടുത്തു, ഇയാള് കേൾക്കേ. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? ഈ ചെയ്ത തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്തു? ഇവിടെ വന്ന് വുളൂ മാറ്റി തിരുത്തി ചെയ്തു. അതാണ് വനുതുഖും ബിൽ ലിസാൻ. ആ മനുഷ്യനോട് പറയേണ്ട രീതിയിൽ അത് പറഞ്ഞു എന്ന് വെച്ചാൽ തൗഹീദി വിഷയങ്ങൾ എൻ്റെ കൂട്ടുകാരൻ തെറ്റായ മാർഗത്തിലേക്ക് ചലിക്കുന്നുണ്ട് എങ്കിൽ ആ വിഷയത്തെ അവനോട് പറയേണ്ട രീതിയിൽ അവനോട് തന്മയത്വത്തോടു കൂടി അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. അത് പറയാതെ പിന്തിരിഞ്ഞു പോന്നാൽ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ഒന്നും രണ്ടുമല്ല, എല്ലാ മനുഷ്യന്മാരും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ ഒഴികെ, വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്തവരും ഒഴികെ. നിർത്തിയോ അല്ലാഹ്? ഇത് രണ്ടും നമ്മളെ രണ്ടില്ലേ? ഇത് രണ്ടും നമ്മളെ രണ്ട്. വിശ്വാസമുണ്ട്, പൂർണ്ണമായിട്ടുണ്ടോ എന്നുള്ള അത് വേറെ കാര്യം. ഇനി അടുത്തതോ, സൽക്കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ തൊട്ടടുത്ത് അല്ലാഹ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഏത്? വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ടും സത്യം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുന്നവരും ഒഴികെ. അവിടെ എന്താണ് സത്യം കൊണ്ട് ഉപദേശിക്കുക എന്ന് പറഞ്ഞാല്?
ബിദ്അത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അവനോട് അത് അരുതെന്ന് പറയണം. അതിന് പോയിട്ട് കൈ വെട്ടേണ്ടതില്ല, അതിന് പോയിട്ട് തല പിടിക്കേണ്ടതില്ല. പിന്നെ അവനോട് സ്നേഹസ്വരൂപ അവനോട് ആ വിഷയം അവതരിപ്പിച്ചു കൊടുത്ത് അവനെ ആ തെറ്റിൽ നിന്നും മാറ്റി നിർത്തേണ്ട ബാധ്യത അത് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. അങ്ങനെ ആ പറയേണ്ട കാര്യങ്ങളെ പറയേണ്ട രീതിയിൽ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ, നിങ്ങൾക്കറിയോ ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടപ്പോ ഒരാള് പള്ളിയിൽ നിന്ന് ചോദിച്ചത് നിങ്ങൾക്കറിയോ? അള്ളാന്റെ റസൂലിനോട് ചോദിച്ച നബി ഏതാരാ? അതിൻ്റെ ഭാര്യയാണ്. ആ നല്ല സുന്ദരിയാണ് കേട്ടോ. അതെ, നിന്റെ അടുത്ത് 4 ഉണ്ട്, അത് നിങ്ങൾ അങ്ങോട്ട് എടുത്തോളി, ഇതിനെനിക്ക് തരുവാ. അപ്പൊ റസൂലുള്ള ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ട്, വാളിന്റെ തലക്കൽ ഇങ്ങനെ പിടിച്ചു. അള്ളാന്റെ റസൂല് പിന്നെ അത് നമുക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റൂല കേട്ടോ, അത് അള്ളാന്റെ മതത്തില് നമ്മളെ ദീനിൽ അതില്ല കേട്ടോ. നോക്കൂ നിങ്ങള്, ആ മനുഷ്യനെ പിന്നെ ആ ഒരു വിവരം പറഞ്ഞു കൊടുത്ത് ഞാൻ സമാധാനിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് ആ മനുഷ്യനെ അത്രയും നല്ല രീതിയിൽ റസൂലുള്ള പരിവർത്തിപ്പിച്ചെടുത്തു. ഇനി അടുത്തത് അങ്ങനെ തന്നെ ഒരു മനുഷ്യൻ പള്ളിയിൽ മൂത്രമൊഴിച്ച് സ്വഹാബത്തൊക്കെ എന്ത് ചെയ്തു? സ്വഹാബത്തെല്ലാം കൂടി അടിക്കാനും പിടിക്കാനും പോയി. റസൂലുള്ള പറഞ്ഞു നിക്കി വേണ്ട. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? കുറച്ച് വെള്ളം എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. ഈ ചൂടായ ആളുകളെല്ലാം കൂടി വെള്ളം എടുക്കാൻ പോയപ്പോൾ പറഞ്ഞു പോയിക്കോ, അവര് വരുന്നതിനെടുക്ക്. കാരണം അയാൾക്ക് ഈ ആ മണൽ പുറത്തെ മണലും ഈ മണലും ഒരുപോലാണേ. അങ്ങനെ അയാൾ പെട്ടെന്ന് പോയി. 3 ദിവസം കഴിഞ്ഞപ്പോ ആ മനുഷ്യൻ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നു. റസൂലുള്ള അങ്ങനെ പഠിപ്പിച്ചു. പിന്നെ അതുപോലെ തന്നെ ഒരാള് ഇസ്ലാമിലേക്ക് വന്ന പുതിയ ഒരാളാ. പള്ളിയിൽ റസൂലുള്ളാഹിന്റെ ക്ലാസ് നടന്നെടുക്കുമ്പോ അയാൾ വിളിച്ചു വന്ന് നബിയെ ഒരു മിനിറ്റ് എനിക്ക് കാര്യം പറയാനുണ്ട്. റസൂലുള്ള പറഞ്ഞത് അല്ല, എനിക്കിപ്പോ പറയണം. എന്താണ്? പിന്നെ ഞാൻ ഇങ്ങനെ വ്യഭിചാരം എന്ന് പറഞ്ഞിട്ട് ഒരു തെറ്റ് ചെയ്യലുണ്ട്, ഒരു വ്യഭിചാരം ചെയ്യലുണ്ട്, തെറ്റാമെന്ന് എനിക്കറിയില്ല. എന്നിട്ട് എനിക്ക് ഏതായാലും ഇന്നൊരാൾ കാത്തുക്കുന്നുണ്ട്, എനിക്കിപ്പോ പോകണം, അല്ലെങ്കിൽ അവിടെ ദേഷ്യം പിടിക്കുമെന്ന്. റസൂലുള്ള പറഞ്ഞു അവിടെ ഇരിക്കി. അല്ല പറ്റൂല, എനിക്കിപ്പോ പോകണോ? അല്ല, ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നിന്റെ വീട്ടിൽ നിനക്ക് ഉമ്മല്ലേ? ഉണ്ട്. ആ ഉമ്മയോട് അങ്ങനെ പെരുമാറിയാൽ ആരെങ്കിലും പെരുമാറിയാലോ ഞാൻ വാടെടുത്തിട്ട് തലയെടുത്ത് കളയൂ. നിനക്ക് പെങ്ങളില്ലേ? ഉണ്ട്. ആ പെങ്ങളോട് അങ്ങനെ ചെയ്താൽ പിന്നെ ഒന്നും ചിന്തിക്കേണ്ടതില്ല, കഷ്ണം 2 അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഉമ്മയോ അല്ലെങ്കിൽ ഒരു പെങ്ങളോ ആയിരിക്കില്ലേ? പിന്നീട് പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യന് ആ ഒരു സംഗതിയോടുള്ള അത്ര വെറുപ്പ് മറ്റൊന്നിനോടും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ബാധ്യതയാണ് അങ്ങനെയാകുമ്പോൾ എന്തുണ്ടാകും? നമ്മുടെ ജീവിതത്തിൽ ഈമാൻ പൂർണ്ണമാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അത് പ്രവർത്തന പദത്തിലേക്ക് കൊണ്ടുവരണം. അതെങ്ങനെയാ? ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആത്മീയമാണ്, അല്ലേ? ഖദ് അഫ്ലഹ മൻ സക്കാഹാ, ഖദ് അഫ്ലഹ മൻ സക്കാഹാ. ആത്മസംസ്കരണം നടത്തിയവർ വിജയിച്ചിരിക്കുന്നു, അല്ലേ? ആത്മസംസ്കരണം നടത്തിയവൻ വിജയിച്ചിരിക്കുന്നു. അപ്പൊ സ്വന്തം നഫ്സിനെ നന്നാക്കണമെങ്കിൽ മനസ്സിനെ ആത്മസംസ്കരണം നടത്തിയെടുക്കണം. അതിനെന്ത് വേണം? അതിന് വഅമലും ബിൽ ജവാരിഹ്, അതേ പ്രവർത്തനങ്ങളിൽ കാണണം. എങ്ങനെ? പ്രവർത്തനങ്ങളിൽ എങ്ങനെ കാണണം? നിങ്ങൾക്കറിയോ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വാവിട്ട് പൊട്ടി കരഞ്ഞ ഒരു സന്ദർഭം. വബിഹംസത്തിൽ ഖറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദിശ് ശുഹദാഇ. അല്ലേ? ആര്? മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടുടി എറിഞ്ഞിട്ട് വഹ്ശി കൊലപ്പെടുത്തിയില്ലേ? ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മരണം, ഷഹീദായ ആ ഒരു അവസ്ഥ റസൂലുള്ളാഹിയെ എത്രയേറെ വേദനിപ്പിച്ച സംഭവമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തിനിറങ്ങി? ഈമാൻ വഅമലും ബിൽ ജവാരിഹ്, അതേ പ്രവർത്തന പദത്തിലേക്ക് കൊണ്ടുവന്നതാ. പിന്നെ അതുപോലെ തന്നെ മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു, അല്ലേ? മിസ്അബ് റളിയല്ലാഹു അൻഹു നമുക്കറിയാം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ആ ഷഹീദായ ആ ശരീരം കണ്ടപ്പോ റസൂലുള്ള വാവിട്ട് കരഞ്ഞൊരു സന്ദർഭം ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തിന്? തുണ്ടമാക്കി
വെട്ടി മുറിച്ച ആ ശരീരം കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ വാവിട്ട് കരഞ്ഞിട്ടില്ലായിരുന്നോ? അത് മാത്രമാണോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്അബിന്റെ ആ മയ്യത്ത് കണ്ടുകൊണ്ട് ചോദിച്ചു, യാ മിസ്അബ്, അങ്ങയെ ഞാൻ മക്കയിൽ വെച്ച് കണ്ടിട്ടുണ്ട് മിസ്അബ്. അങ്ങ് ഒരു ദിവസത്തിൽ എത്ര വസ്ത്രങ്ങൾ മാറുന്ന ആളായിരുന്നു, എത്രത്തോളം സുഗന്ധങ്ങൾ ഇങ്ങനെ തന്റെ ശരീരത്തിലേക്ക് വാരിത്തേക്കുന്ന ആളായിരുന്നു, അങ്ങ് എത്ര സൗകര്യത്തിൽ ജീവിച്ച ആളായിരുന്നു മിസ്അബ്. അങ്ങിതാ ഇത്രത്തോളം ദയനീയം എന്ന് വെച്ചാൽ ഷഹീദിന്റെ അവസ്ഥയല്ല, പാവപ്പെട്ട ദരിദ്രനായ ഒരവസ്ഥയിലേക്ക് തന്റെ ഈമാൻ ഉൾക്കൊണ്ടു എന്ന കാരണത്വം കൊണ്ട് ആ അമലും ബിൽ ജവാരിഹ് പ്രവർത്തന പദത്തിലേക്ക് കൊണ്ടുവന്നു എന്നതുകൊണ്ട് മിസ്അബ്, താങ്കളല്ലേ ഈ കിടക്കുന്നത്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രിയപ്പെട്ടവരെ അത് കാണാൻ കഴിയാഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ ആ തിരുശരീരം വീണ്ടും എത്തി പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ചോദ്യമായി. എന്ത്? ഒരു ദിവസം 5ഉം 6ഉം വസ്ത്രങ്ങൾ മാറിയിരുന്ന പുതുമോടിയുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിച്ച് തന്റെ കവലയിലൂടെ നടന്നിരുന്ന കാണുന്ന പെൺകൊടികൾ മുഴുവനും തന്നിലേക്ക് മാത്രം ഈ സുഗന്ധവും ഈ വസ്ത്രത്തിന്റെ അലങ്കാരവും തന്റെ സൗന്ദര്യവും കണ്ടിട്ട് നോക്കി നിന്നിരുന്ന ആ മിസ്അബിന്റെ തിരുശരീരം അവിടെ വെച്ചിട്ട് പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ ആ തിരുശരീരത്തെ, ഷഹീദായ ആ ശരീരത്തെ ഒന്ന് കഫൻ ചെയ്യാൻ ആ തുണി തികഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിയുടെ സവിധത്തിലെത്തി. എന്ത് ചെയ്യണം നബിയെ? എന്താണ് ഇതിന് പരിഹാരം? റസൂലുള്ളാഹി പറഞ്ഞു, വളരെ വേഗം നിങ്ങൾ തുണി മേൽപോട്ട് എടുത്തു വെച്ചിട്ട് അതിന്റെ ബാക്കി ഭാഗത്ത് പുല്ലുകൊണ്ട് മറക്കൂ. എന്നിട്ട് ഓരോ മയ്യത്തുകളെയും അതാ ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് റസൂലുള്ളാഹി തന്റെ കൈകളൊക്കെ ഏറ്റുവാങ്ങിക്ക് ഇങ്ങനെ വെക്കുന്ന സമയത്ത് അതാ വന്നു ആരുടെ ശരീരം? ഈ എത്താത്ത കഫം കുട കൊണ്ട് ഈ ശരീരം മറച്ചുകൊണ്ട് എത്തിയിരിക്കുന്നു. തന്റെ റസൂലുള്ളാഹിയുടെ കയ്യിലേക്ക് ആ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം എത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂല് ആ ശരീരം ഖബറിലേക്ക് വെച്ചത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരായത്ത് ഓതിക്കൊണ്ടായിരുന്നു. വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് എന്ന ആയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട റസൂലുള്ള ആ തിരുശരീരം ഖബറിലേക്ക് വെച്ചത് അമലും ബിൽ ജവാരിഹ്, അതേ പ്രവർത്തന പദത്തിലേക്ക് ഈമാനിനെ കൊണ്ടുവന്നത് കൊണ്ടായിരുന്നു. മിസ്അബ് റളിയല്ലാഹു അൻഹു നമ്മുടെ നാട്ടില് പള്ളി കമ്മിറ്റിയിലോ അല്ലെങ്കിൽ അങ്ങാടിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വേദികളിലോ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ച് നമ്മുടെ ആശയങ്ങൾ, സത്യം, തൗഹീദ്, ശിർക്ക്, ബിദ്അത്ത് ഇത് പറയാതിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, മഹാനായ ഒരു സ്വഹാബി, ആ സ്വഹാബിയുടെ പ്രിയപ്പെട്ട മാതാവ് ദിവസങ്ങളോളം ജലപാനം ഒഴിവാക്കിക്കൊണ്ട് നിരാഹാരം കിടന്നു. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ്. എന്തിന്? നാട്ടുകാരാകെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. യാ സഅദ്, എന്താണിത്? നിന്റെ പ്രിയപ്പെട്ട മാതാവല്ലേ, അതിലാ പ്രായമേറി അങ്ങെത്തിയിട്ടുണ്ട്. വലിയ കുടുംബമാണ്. വലിയ കുടുംബത്തിൽ ഈ സഅദ് മാത്രമാണ് ഇസ്ലാമിലുള്ളത്. ഒന്ന് മാറി ഉമ്മയുമായ ഒരു അനുരഞ്ജനത്തിലെത്ത്. എന്താ ഉമ്മന്റെ പ്രശ്നം? നീ മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് പിന്നോട്ട് പോകണം. ദിവസങ്ങളോളം കാത്തിരുന്നു. ഈ തള്ള ഒരു നിലക്കും വിടുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ. അവസാനം ആ സഅദ് റളിയല്ലാഹു അൻഹു തന്റെ മാതാവിനോട് പറഞ്ഞു, ഉമ്മ, എനിക്ക് നിങ്ങളെ ഏറെ ഇഷ്ടമാണ് ഉമ്മ, ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ 1000 തവണ നിങ്ങൾ 1000 ജന്മം ജനിച്ചിട്ട് നിങ്ങൾ പിന്നെയും നിങ്ങൾ നിരാഹാരം ഇരുന്നാലും അല്ലാഹുവിന്റെ റസൂലിന്റെ മതത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ സഅദ് പോകൂല ഉമ്മ, സഅദ് പിന്മാറൂല. ഉമ്മ പറഞ്ഞു, കുറച്ച് വെള്ളം കെടുക്ക്, പ്രശ്നം തീർന്ന്. എന്താണിത്? അമലും ബിൽ ജവാരിഹ്, അതേ പ്രവർത്തന പദത്തിലേക്ക് കൊണ്ടുവന്നതാ. അതാണ് ഈമാൻ. അത് പൂർത്തിയാകുമ്പോഴാണ് ഓരോ വ്യക്തിയുടെയും ഈമാൻ എന്താകുന്നത്? പൂർത്തിയാകുന്നത്. അല്ലേ പ്രിയപ്പെട്ടവരെ, നമ്മൾ അല്ലാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടണം. എങ്ങനെ? അല്ലാഹുവിന് വേണ്ടി നമ്മൾ ഇഷ്ടപ്പെടുന്നവരാകണം.
ഈമാൻ പൂർത്തിയാകണമെങ്കിൽ നമ്മൾ അല്ലാഹുവിന്റെ കൽപ്പനകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവരാകണം. 6 കാര്യങ്ങളല്ലേ അല്ലേ? 6 കാര്യം. അത് ചോദിച്ചാല് വേഗം നമ്മൾ പാടും. എങ്ങനെ? ഇസ്ലാം കാര്യം 5ആണ്, ഈമാൻ കാര്യം 6ആണ്. അവകൾ ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. നമ്മുടെ ഈമാൻ ഇതാണ് അല്ലെ? എന്നാൽ അല്ലാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? വേദങ്ങളിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊക്കെ വേദത്തിന്റെ ആൾക്കാരാ അല്ലേ? എന്നാലേ ഖബറിലേക്ക് വെച്ചിട്ടാണ് ഖബറിന് ചോദിക്കുന്നത് ആരാണ് നിന്റെ ഇമാം എന്നല്ല, പിന്നെ ഏതാണ് നിന്റെ ഇമാം എന്ന് ചോദിച്ചാൽ അത് ഖുർആനാണെന്ന് പറയാൻ എനിക്ക് കഴിയണമെങ്കിൽ, എനിക്ക് കഴിയണമെങ്കിൽ ഞാൻ വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ എന്റെ കൂട്ടുകാരനാവണം ഖുർആൻ. അങ്ങനെ ആവുന്നുണ്ടോ? ദിവസത്തിൽ നമ്മൾ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യൂലേ? എന്നാല് കേട്ടോളൂ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ, മനോഹരമായി പാരായണം ചെയ്യുന്ന ഖുർആൻ, ആ ഖുർആൻ 2 വിധത്തിലുണ്ട്. ഏതെന്നറിയോ? ഒന്ന്, അവനിങ്ങനെ പാരായണം ചെയ്യുന്നതിനനുസരിച്ച് അവന് നരകം ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആൻ. മറ്റൊന്ന്, അവൻ ഖുർആൻ പാരായണം ചെയ്യുന്നതിനനുസരിച്ച് അവൻ സ്വർഗത്തിലേക്ക് ഇങ്ങനെ നടന്നെടുക്കുന്ന ഖുർആൻ. ഏത് ഖുർആനാ നമ്മളിലുള്ളത്? ഏത് ഈമാനാ നമ്മളിലുള്ള ഖുർആൻ? നിങ്ങൾ പ്രവർത്തിക്കരുതിട്ടോ, നിങ്ങൾ പ്രവർത്തിക്കാത്തതുണ്ടല്ലോ, പറയല്ലേ, നിങ്ങൾ പറയരുത്. നിങ്ങൾ പറയുന്നവരാണോ അല്ലേ? ഇവിടെ ഒരു മൈക്കൊക്കെ അങ്ങോട്ട് വെച്ചേന്ന് ഞാൻ ഇങ്ങനെ പ്രസംഗിക്കൂ, ചിലപ്പോ മണിക്കൂറുകളോളം അള്ളാഹിനെ പറ്റി പറയൂല്ലേ, എല്ലാം പറയുമോ, എന്തൊരു ഈമാനാ അല്ലേ? എന്നാൽ എന്റെ രഹസ്യ ജീവിതത്തിൽ ഞാൻ ആരാണോ അതാണ് എന്റെ ഈമാൻ. ഞാൻ എന്റെ ഒരു മുറിയിലേക്ക് പോയി, ഇന്റർനെറ്റ് ഉണ്ട്, ഇന്നത്തെ കാലത്ത് ഇന്റർനെറ്റ് ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട് അല്ലേ? ചെറിയ ചെറിയ പീസുകളൊക്കെ ഇങ്ങനെ, ഏത് സിനിമന്റെ പീസുകളൊക്കെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇല്ലേ, ചെറിയ ഇങ്ങനെ കണ്ടിട്ട് നോക്കി നിന്നോക. ഫേസ്ബുക്കിൽ ഇങ്ങനെ വരികയാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഇങ്ങനെ വരികയാണ്, അതുപോലെ ടിക്ടോക്കിൽ ഇങ്ങനെ വരികയാണ്. വരുന്നാരോ ഞാനിത് കാണലൊന്നുമില്ല, ഞാനിത് നോക്കാനൊന്നും പോകാറില്ല. പക്ഷെ വരുന്ന വരവില് ഞാനൊന്ന് നോക്കി നിന്ന് പോയി അല്ലേ? അവിടെ നിർത്തണം, അവിടെ നിൽക്കാൻ കഴിയണം. കണ്ണിനോട് പറയണം അരുതെന്ന്. കാരണം اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. യാസീൻ 36-ാമത്തെ അധ്യായം. ഖൽബുൽ ഖുർആൻ. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. എന്തേ പകൽമാന്യനായി എല്ലാ കാര്യത്തിലും മുന്നിട്ട് നിന്ന് പള്ളി കമ്മിറ്റിന്റെ സെക്രട്ടറിയാണ്, ഈ സംഘടനയുടെ പ്രസിഡന്റാണ്, മറ്റേതാണ്, എല്ലാം ഉണ്ട്. ആളുകളെ കണ്ടാല് ഒരു കാര്യത്തിലും ഞാൻ എന്ത് ചെയ്യൂല, എന്റെ വസ്ത്രം നിര്യാണിക്ക് മേലെയാണ്, സംസാരം വളരെ ലളിതമാണ്, മധുരമാണ്. പക്ഷേ പാതിരാവിൽ ആരും കാണാത്ത സമയത്ത് ഞാൻ ചെയ്യുന്ന തെറ്റുകളുണ്ടല്ലോ, ആ തെറ്റുകൾക്ക് വേണ്ടി പോലും നടന്ന കാലില്ലേ, ആ കാല് സംസാരിക്കും. ഈ വായ ഉണ്ടല്ലോ, മധുരമായി സംസാരിച്ച വായ, ഏത് കപടത ഉള്ളിൽ വെച്ച് ചിരിച്ച, ഈമാൻ പൂർണ്ണമാക്കാതെ ചിരിച്ച ഈ വായയില്ലേ, സീരി വെക്കും. എന്നിട്ട് നിങ്ങളുടെ കൈകൾ സംസാരിക്കും. റബ്ബേ, ഞാൻ പകൽമാന്യനായിരുന്നു, ഞാൻ ആളുകളുടെ നല്ല ആളായിരുന്നു, ഖുർആൻ അവതാരണ്ടായിരുന്നു, എല്ലാം കൊണ്ടും ഞാൻ ഉഷാറായിരുന്നു. പക്ഷേ പാതിരാവിന്റെ മറവിൽ ആരും കാണാതെ ഞാൻ തെറ്റുകൾ ചെയ്യുന്നവനായിരുന്നു എന്ന കാര്യം കൈ വിളിച്ചു പറയും. കൈ പറയും, ഓരോ പ്രവർത്തനങ്ങളെയും പറയും, കാല് സാക്ഷി പറയും. റബ്ബേ, ഞാൻ അതിന് സാക്ഷിയാണ് റബ്ബേ. ആ
ആ ഒരു സമയം വരാനുണ്ട്. ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, അറിവല്ല ഈമാൻ, എന്നാൽ അറിവുണ്ടെങ്കിലേ ഈമാനിന്റെ മൂർച്ച കൂടുകയുള്ളൂ, അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനോടൊപ്പം നടക്കുക. ഇവിടെ നടക്കുന്ന ഖുർആൻ ക്ലാസ് ഒക്കെ കുറച്ച് ആളുകൾക്ക് മാത്രമുള്ളതല്ല കൂട്ടരെ. ഇവിടുന്ന് ഞാനും നിങ്ങളും അങ്ങോട്ട് ഇറങ്ങി ഇവിടുന്ന് ആ റോഡ് മേലേക്ക് ഇറങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ ഒരു പ്രാർത്ഥനല്ലേ ദുആ. ആ ദുആന്റെ അവസാനത്തിൽ എന്താ പറയുന്നത്? സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ. ഈ പ്രാർത്ഥന പറഞ്ഞിട്ട് അവസാനം പറയുന്നത് നിന്നിലേക്ക് ഒരു മടക്കമുണ്ട്, അല്ലേ? അള്ളാഹ്ക്ക് ഒരു മടക്കമുണ്ട്. ഇത് പറഞ്ഞ് വണ്ടി കയറുന്ന ഞാനും നിങ്ങളും ആ പോക്കുന്ന് ഒരു 10 മിനിറ്റ് മുമ്പോട്ട് ചലിക്കുന്നത് പറയാൻ പറ്റുമോ? പറ്റൂല. രാത്രിയിൽ കിടക്കുന്ന സമയത്ത് നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാർത്ഥന, അതിന്റെ അവസാനത്തിൽ നമ്മൾ പറയുന്നു റബ്ബിനോട്, റബ്ബേ ഞാൻ നിന്നിലേക്ക് വരാനുള്ളവനാണ്, അല്ലേ? രാവിലെ എണീച്ചിട്ട് നമ്മൾ പറയും അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ. എന്നിട്ട് വഇലൈഹിൻ നുശൂർ, അല്ലേ? നിന്നിലേക്ക് മടങ്ങുന്നവനാണ്. ഓർമ്മണ്ടോ? ഏത് സമയത്തും പോകാൻ തയ്യാറായി. ഈമാൻ ഉണ്ടല്ലേ? പരലോകത്തിൽ വിശ്വസിക്കണം, വിശ്വാസമുണ്ട്, ഈമാൻ ഇല്ലേ? എന്നാല് അതിന് തയ്യാറാവണം ഏത് സമയത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഈമാനിനെ പൂർണ്ണതയിലേക്ക് എത്തിച്ച് പൂർണ്ണതയോട് കൂടി ഈ 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? തസ്ദീഖും ബിൽ ഖൽബ് വ നുത്ഖും ബിൽ ലിസാൻ. പറയേണ്ടത് പറയുന്ന, അല്ലേ? എന്നതുപോലെ തന്നെ പ്രവർത്തന പദത്തിലേക്ക് കൊണ്ടുവരുന്ന പൂർണ്ണമായ ഈമാനിനെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കാൻ, പൂർത്തിയാക്കിയെടുക്കാൻ പരിശ്രമിക്കുന്നവരാകുക. അങ്ങനെ ജീവിതത്തിന്റെ സകല സമയത്തും സഞ്ചരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും വെക്കുന്ന കൽപ്പാടുകളിൽ മുഴുവനും ഈമാനികമാണോ ഇസ്ലാമികമാണോ എന്ന് ചിന്തിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റം വരുത്തി ജീവിതത്തെ നന്നാക്കുക. അങ്ങനെ ജീവിതത്തെ മനോഹരമായ ഒരു ഈമാനിക ആവേശത്തിലേക്ക് വളർത്തിയെടുക്കുന്ന കൂട്ടത്തിൽ ആയിത്തീരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, വിശുദ്ധ ഖുർആൻ അത് ജീവിതത്തിൽ പാലിക്കുക. ഇവിടെ നടക്കുന്ന ഖുർആൻ ക്ലാസ്സുകളിൽ നിർബന്ധമായും പങ്കെടുത്ത് പിന്നെ മെല്ലെ ആ ഖുർആൻ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഖുർആനിന്റെ വാഹകരാകും. ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. കാരണം വരുന്ന തലമുറയ്ക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ്. ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ നൽകേണ്ടത് നമ്മളാണ്. ഓരോ കാലഘട്ടത്തിലും അതിനനുയോജ്യമായ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. മുൻകാലത്ത് നടത്തിയ പഠനവും വിശദീകരണവും അല്ല ഇന്നത്തെ സമൂഹത്തിന് ആവശ്യം, ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ആവശ്യം. കാരണം സോഷ്യൽ മീഡിയയിൽ ധാരാളം ചോദ്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പഠിച്ച് അവരെ പരിവർത്തിപ്പിച്ച് ഇസ്ലാമിന്റെ യഥാർത്ഥ വഴിയിലേക്ക് എത്തിക്കുന്നവരാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിക്കുന്നവരാക്കട്ടെ, ഈമാനുള്ളവരാക്കട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.